ഹലോ, എല്ലാവരുടെയും വീടുകളിൽ ഇങ്ങനെയുള്ള ബക്കറ്റൊക്കെ ഉണ്ടായിരിക്കില്ലേ? ഇത് പെയിൻറ്റിൻ്റെ ബക്കറ്റുകൾ. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയണത്. കാരണം ഇപ്പോൾ എല്ലാവർക്കും കൈവേദന അല്ലേ, ഇപ്പോൾ സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും ചെയ്യാനായിട്ട് വയ്യ, എല്ലാവർക്കും വേദനകളാണ്. അപ്പോൾ ഇത് നമ്മൾക്കൊന്ന് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം സോപ്പൊക്കെ ഇട്ട് ചകിരിയും കൊണ്ട് ഉരച്ച് എന്നിട്ടൊക്കെ വേണം വൃത്തിയാക്കാനായിട്ടല്ലേ. അപ്പോൾ ഇത് നമ്മളുടെ ബിയോണ്ട് ബ്ലൂ ആണ് ഇതാ. അപ്പോൾ ഇത് നമ്മൾ ഇതിലൊന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഇത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എന്ത് പാത്രങ്ങൾ വേണമെങ്കിലും ഇതിങ്ങനെ വൃത്തിയാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ച് വയ്ക്കുക. നമ്മൾ 4 വശവും ഇതിൻ്റെ റൗണ്ടിന് ഇതങ്ങ് ഒഴിച്ച് വയ്ക്കുമ്പോൾ നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ, ഇത് പോണ വഴികളിലൂടെ ക്ലിയർ ആവണത് കണ്ടോ, ആ ചെളിയൊക്കെ പോയി നല്ല ഒരു വൈറ്റ് കളർ ആവണത് കാണണില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. നമുക്ക് യാതൊരു സ്ട്രെയിനും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് വരുന്ന വഴികളിലൂടെയൊക്കെ ഈ വൈറ്റ് കളർ ആവണത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്ക് ഊട്ടുപാത്രങ്ങൾ, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ, അതുപോലെ നമ്മുടെ വാട്ടർ ടാങ്കുകൾ ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇതാ കണ്ടില്ലേ, അത് വരുന്ന വഴികളിലൊക്കെ കണ്ടോ വൈറ്റ് കളർ ആവണത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഈസി ആയിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ബിയോണ്ട് ബ്ലൂ മേടിച്ച് ഉപയോഗിക്കാം. അപ്പോൾ ഇത് നമ്മളുടെ എല്ലാ ഉൽപ്പന്നങ്ങളും മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും 3 in 1 ആണ്. അപ്പോൾ ഒരു ഉപയോഗം മാത്രമല്ല, നമുക്ക് ഒരു ഉൽപ്പന്നം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് വാഷ് നമുക്ക് ഹാൻഡ് വാഷായിട്ട് ഉപയോഗിക്കാം, ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം, ബബിൾ ബാത്തായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മിക്കവാറും എല്ലാ ഉൽപ്പന്നങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒരു ഉപയോഗം മാത്രമല്ല, നമുക്ക് 2-3 കാര്യത്തിനായിട്ട് നമ്മൾക്ക് ഓരോ ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ടോയ്ലറ്റ് ക്ലീനറാണിത്. അപ്പോൾ ഇത് ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാലുള്ള ഗുണവും കൂടി ഒന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾക്ക് ഈ സാധാരണ ടോയ്ലറ്റ് ക്ലീനർ കൊണ്ട് നമ്മൾ ടോയ്ലറ്റ് കഴുകുമ്പോൾ അത് 10-20 മിനിറ്റൊക്കെയാണ്, 15-20 മിനിറ്റാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിന് പറയണത്. അതിനു മുന്നേ നമ്മളതിലേക്ക് അത് കഴുകി കഴിയുമ്പോൾ നമ്മുടെ ക്ലോസറ്റിലുള്ള നല്ല അണുക്കൾ നശിച്ച് ചീത്ത അണുക്കൾ മാത്രം നിലനിൽക്കും. അതുകൊണ്ട് നമ്മളുടെ ആ ഒരു പ്രോസസ്സിങ് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ടാങ്ക് ക്ലീനിങ്ങിനായിട്ട് പിന്നെ മറ്റൊരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കതിൻ്റെ ആവശ്യം വരില്ല. ഇത് 1 മിനിറ്റ് കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ടോയ്ലറ്റ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണാൻ ഇതുപോലെയൊക്കെ തന്നെ. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകുകയാണ് കേട്ടോ.